പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കൂട്ടിലടച്ചു വളർത്തല്ലേ ഈ കഥ കേൾക്കൂ. കാട്ടിലെ ഏറ്റവും പ്രായം ചെന്ന തത്ത മുത്തശ്ശി വലിയ ആൽമരത്തിലിരുന്നു പറഞ്ഞു, നമ്മൾ ഇന്ന് നമ്മുടെ കഥ മനുഷ്യരോട് പറയണം. ചെറിയ കുരുവിയായ ടിറ്റു അതിശയത്തോടെ ചോദിച്ചു, നമ്മുടെ കഥയോ? അത് മനുഷ്യർ കേൾക്കുമോ? മുത്തശ്ശി പുഞ്ചിരിച്ചു, കേൾക്കും, നമ്മൾ ശരിയായ രീതിയിൽ പറഞ്ഞാൽ മതി. അങ്ങനെ അവർ നാനാദിക്കിലും പാറി നടന്ന് കഥകൾ പറഞ്ഞു, പാട്ടുപാടി. ആകാശം മുട്ടെ പറന്നു നടന്നാലും താഴെ മരക്കമ്പിൽ വിശ്രമിക്കും. പക്ഷികൾ ഞങ്ങൾക്ക് ഈ മണ്ണാണേ, വിണ്ണിനേക്കാളേറെ ഇഷ്ടമെന്നും. അപ്പോൾ വീട്ടുമുറ്റത്തെ കൂട്ടിലടച്ചിരുന്ന തത്ത കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് ആകാശം കാണണം. ചിറകുകൾ ഉണ്ടായിട്ടും പറക്കാൻ പറ്റാതെ ജീവിച്ച് ഞാൻ മടുത്തു. ആ വാക്കുകൾ മറ്റു പക്ഷികളെ നിശബ്ദരാക്കി. അവർ ഈ സങ്കട വാർത്ത തത്ത മുത്തശ്ശിയെ അറിയിച്ചു. മുത്തശ്ശി പറഞ്ഞു, പണത്തിനോ വിനോദത്തിനോ വേണ്ടി മനുഷ്യർ നമ്മളെ പിടിച്ച് കൂട്ടിലിടുമ്പോൾ ആകാശം നമ്മിൽ നിന്ന് അകന്നു പോകുന്നു. അന്ന് കാട്ടിലെ എല്ലാ പക്ഷികളും ഒരുമിച്ച് പറന്നു. വീടുകളുടെ മുകളിൽ കൂടി, സ്കൂളുകളുടെ മുകളിൽ കൂടി, നഗരത്തിൻ്റെ നടുവിലൂടെ. അവയുടെ ചിറകടി മനുഷ്യരുടെ മനസ്സിലേക്കൊരു സന്ദേശമെത്തിച്ചു. നാടും വീടും ചന്തമോടെ അലങ്കരിക്കാനായി നിങ്ങൾ കൂട്ടിൽ അടച്ചു വളർത്തും കിളികളെ വേഗം തുറന്നു വിടുക. ഞങ്ങൾ അലങ്കാര വസ്തുക്കളല്ല, കളിപ്പാട്ടങ്ങളുമല്ല. ഈ ആകാശം ഞങ്ങളുടേതാണ്. ഒരു സ്കൂൾ കുട്ടി അത് കേട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, പക്ഷികളെ കൂട്ടിലിടരുത്, അവരെ രക്ഷിക്കണം. അങ്ങനെ കുട്ടികളുടെ വാക്കുകൾ മുതിർന്നവർ ഏറ്റെടുത്തു. അന്നു മുതൽ ആ നാട്ടിൽ പക്ഷികളെ കൂട്ടിലിടുന്ന ഏർപ്പാട് നിർത്തി. കൂട്ടിലടച്ച പക്ഷികളെ മോചിപ്പിച്ചു. വിശാലമായ ആകാശത്ത് പറന്നു തളരുമ്പോൾ കിളികൾക്ക് വിശ്രമിക്കാനായി ധാരാളം മരങ്ങൾ നട്ടു. ജലം നിറച്ച മൺപാത്രങ്ങൾ അവർക്ക് കുടിക്കാൻ പാകത്തിന് നിരത്തിവെച്ചു. കൂടാതെ കുട്ടികൾ പക്ഷികളെക്കുറിച്ച് പഠിച്ചു. പക്ഷികൾ ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ അവർ പഠിച്ചു. അങ്ങനെ സഹജീവി സ്നേഹവും നന്മയുമുള്ള പുതിയൊരു തലമുറ വളർന്നു വന്നു. അത് കണ്ട് മരക്കമ്പിലിരുന്ന കിളികൾ ചിറകടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു.